ഒരു രാത്രി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കാലിലൊക്കെ ഭയങ്കര ക്രാംസ്. അതുപോലെ തന്നെ ചില ആളുകൾക്കാണെങ്കിൽ അവർ വൈകുന്നേരം വരെ നിന്നൊക്കെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. അവർ രാത്രി ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് കാലിന് ഭയങ്കര കഴപ്പ് വരിക, അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തൊക്കെ മസിൽ പെട്ടെന്ന് കയറുക. വിറ്റാമിൻ ഡിക്ക് നമുക്ക് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കഴിവ് വരെയുണ്ട്. അപ്പം നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിൽ എല്ലാം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള കാർബ്സ് കിട്ടുന്നുണ്ടോ, പ്രോട്ടീൻസ് കിട്ടുന്നുണ്ടോ, അതുപോലെ തന്നെ ഫാറ്റ്സ് കിട്ടുന്നുണ്ടോ, വൈറ്റമിൻസ് കിട്ടുന്നുണ്ടോ, വൈറ്റമിൻസിലെല്ലാം കിട്ടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇപ്പം വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് എപ്പോഴും പ്രോപ്പറായിട്ട് ആ ഒരു നോർമൽ റേഞ്ചിൽ നമുക്കറിയാം അത് 20-ന് താഴത്ത് പോകാൻ പാടില്ല. 20-ൻ്റെ മുകളിലായിരിക്കണം എപ്പോഴും ഉണ്ടാവേണ്ടത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1P ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. നമ്മുടെ ക്ലിനിക്കിലൊക്കെ ഒരുപാട് ആളുകൾ വരാറുണ്ട്. ജോയിൻറ്റ് പെയിൻ ആയിട്ടും മസിൽ പെയിൻ ആയിട്ടും അതുപോലെ തന്നെ മസിൽ ക്രാംസ് ആയിട്ടൊക്കെ. അവർക്ക് എന്താ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ, ഒരു രാത്രി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കാലിലൊക്കെ ഭയങ്കര ക്രാംസ്. അതുപോലെ തന്നെ ചില ആളുകൾക്കാണെങ്കിൽ അവർ വൈകുന്നേരം വരെ നിന്നൊക്കെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. അവർ രാത്രി ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് കാലിന് ഭയങ്കര കഴപ്പ് വരിക, അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തൊക്കെ മസിൽ പെട്ടെന്ന് കയറുക. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് ആളുകൾ വന്ന് പറയാറുണ്ട്. അതിനുവേണ്ടി ഇപ്പം ജോയിൻറ്റ് പെയിൻ ആയിട്ട് വരുന്ന ആളുകൾ പറയുന്നത്, ഡോക്ടർ എനിക്ക് വാദത്തിൻ്റെ കംപ്ലൈൻറ്റ് എങ്ങാനായിരിക്കുമോ, ഇങ്ങനെ വേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, പക്ഷെ ചില സമയങ്ങളിൽ ആ വേദന കുറയാറുണ്ട്. അപ്പം അതെപ്പോഴും വാദത്തിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടായിരിക്കണ്ട ഇങ്ങനെ ജോയിൻറ്റ് പെയിനും കാര്യങ്ങളൊക്കെ വരുന്നത്. മേ ബി അത് വിറ്റാമിൻ ഡിയുടെ കുറവായിരിക്കാം. അപ്പോൾ നിങ്ങൾ വിറ്റാമിൻ ഡിയുടെ കുറവാണോ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായിരിക്കണം, ആ ടെസ്റ്റ് ഒന്നും ജസ്റ്റ് ആദ്യം തന്നെ പോയിട്ട് ചെയ്യേണ്ട ആവശ്യകതയില്ല. കാരണം വിറ്റാമിൻ ഡിയുടെ ടെസ്റ്റിനൊക്കെ ഒരു നിയർലി ഒരു 1000 റുപ്പീസ് ഒക്കെ വരും. അതൊന്നും നിങ്ങൾ ഫസ്റ്റ് തന്നെ പോയി ചെയ്യേണ്ട ആവശ്യകതയില്ല. അതിന് പകരം എന്ത് ചെയ്യുക, നമുക്ക് വിറ്റാമിൻ ഡി എങ്ങനെ മാക്സിമം നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യാം. നമുക്ക് മെയിനായിട്ടും അറിയാം, ഒന്ന് സൺലൈറ്റ് ഒന്നുമാണ്, അതുപോലെ തന്നെ ഭക്ഷണത്തൊന്നും കിട്ടുന്നുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ മാക്സിമം നേടിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ ജോയിൻറ്റ് പെയിനിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 40 മുതൽ 50% ആളുകളിൽ ഈ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാണുന്നുണ്ട്. അതിനുള്ളൊരു മെയിൻ റീസൺ എന്താ, എല്ലാവരുടെയും ഇപ്പോഴത്തെ ഒരു യൂത്ത് ജനറേഷനെ നോക്കുകയാണെങ്കിൽ തന്നെ ഒട്ടുമിക്ക എല്ലാവരും നമ്മളൊരു റൂമിനുള്ളിലിരുന്ന ജോലിയാണ് നമുക്ക് ആ ഒരു 11 മണിക്ക് ശേഷമുള്ള വെയിൽ അല്ലെങ്കിൽ ഒരു 10 മണിക്ക് ശേഷമുള്ള വെയിലൊന്നും നമുക്ക് കൊള്ളാൻ പറ്റുന്നില്ല. ഒട്ടുമിക്ക ആളുകളും ഈ AC-യിൽ ഇരുന്നുള്ള ജോലിയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ഡെഫിഷ്യൻസി വരുന്നുണ്ട്. അപ്പം എന്നാലും നമുക്ക് വെയിൽ കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതെങ്ങനെ നികത്തണം, നമ്മൾ ഭക്ഷണത്തിലൂടെ അത് എന്ത് ചെയ്യാൻ നോക്കണം, മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതും നമ്മൾ കുറവാണ്. നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഫാസ്റ്റ് ഫുഡിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാലമായതുകൊണ്ട് തന്നെ അതും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധത്തിനാണെങ്കിലും ഇപ്പോൾ ബോണിൻ്റെ അതുപോലെ തന്നെ മസിലിൻ്റെ ഒക്കെ ഹെൽത്തിനാണെങ്കിലും അതുപോലെ തന്നെ ഹെയർ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ നമ്മുടെ ഹെയർ മുതൽ താഴത്ത് നമ്മുടെ കാല് വരെയുള്ള എല്ലാത്തിനും എന്ത് വേണം, വൈറ്റമിൻ ഡി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 രീതിയിലാണ് വൈറ്റമിൻ ഡി കിട്ടുന്നത്. വൈറ്റമിൻ ഡിനെ നമ്മൾ പറയുന്നത് സൺഷൈൻ വിറ്റാമിൻ എന്നാണ് പറയുന്നത്. കാരണം നമുക്കത് സണ്ണിൽ നിന്ന് കിട്ടുന്നുണ്ട്. സണ്ണിൽ നിന്ന് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആയിട്ടാണ് വിറ്റാമിൻ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ ഉള്ളത് സണ്ണിൽ നിന്ന് കിട്ടുന്നതാണ്. അതിനെ നമ്മുടെ ബോഡിയിൽ കൺവേർഷൻ ചെയ്യുന്നത് കൊളസ്ട്രോൾ ആണ്. രണ്ടാമതായിട്ട് കിട്ടുന്നത് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫിഷ് കോഡ് ലിവർ ഓയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് കൂണിൽ നിന്നൊക്കെ മഷ്റൂംസ് നിന്നൊക്കെ ഒരുപാട് വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ ഒരു അബ്സോർപ്ഷൻ നമ്മുടെ ബോഡിയിൽ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടുമിക്ക ആളുകളും എന്ന് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് എന്ത്, അവർക്ക് ഈ മസിൽ വല്ലാത്തൊരു പെയിൻ വരിക. അതായത് ചിലപ്പം ഒരു ഏരിയയിൽ പെയിൻ വരും, കുറച്ച് കാലം അത് നല്ല രീതിയിൽ കൂടുതലായിട്ട് നിൽക്കും, പക്ഷെ കുറച്ച് കഴിയുന്ന സമയത്ത് അത് കുറയും. ഇങ്ങനെ ഒരു കൂടുകയും കുറയുകയും ചെയ്യുന്ന പെയിനാണ് കൂടുതലായിട്ടും ഈ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയിൽ കാണുന്നത്. അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിൻ, ഈ ബോണിലൊക്കെ ഒരു പ്രിക്കിംഗ് ടൈപ്പ് ഓഫ് പെയിൻ, അതായത് ഒരു സൂചി കൊണ്ട് കുത്തുന്ന പോലത്തെ ഒരു രീതിയിലുള്ള പെയിനാണ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസിയിൽ വരുന്നത്. ഇപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തല മുതൽ കാല് വരെ, അതായത് നമ്മുടെ ഹെയർ ലോസ്, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഹെയർ ലോസ് ഉണ്ട്, ഒരു കുഴപ്പമില്ല, തൈറോയിഡോ ഒക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിറ്റാമിൻ ഡി സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കുക. മേ ബി നിങ്ങളെ ഹെയർ ഫോള് കുറയും. അപ്പം അതൊരു കാര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെയിലിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്, നഖത്തിൻ്റെ ഒക്കെ ഹെൽത്ത്, ചില ആൾക്കാരുടെ നെയിലൊക്കെ കാണാറുണ്ട് വളരെ തിന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോവുക,
അങ്ങനെയുള്ള കേസസ്. ഇപ്പോൾ ബോണിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും എല്ലിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് പെട്ടെന്ന് എല്ല് പൊട്ടി പോവുക, ഓസ്റ്റിയോപോറോസിസ് വരിക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ റിക്കറ്റ്സ് വരിക, തിന്നായിട്ട് ബോൺ വളരെ തിന്നായിട്ട് ശരീരം വളഞ്ഞൊക്കെ പോകുന്ന കണ്ടീഷൻസ് നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അപ്പം ഇതിനൊക്കെ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെയധികം ക്ഷീണം വരിക നമ്മുടെ ബോഡിക്ക്. നമുക്കൊന്നും ചെയ്യാൻ ഒരു മൂഡും ഇല്ല, എപ്പോഴും ഉറങ്ങണം എന്ന് തോന്നുക. ഇതൊക്കെ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആവാം. അതുപോലെ തന്നെ അതായത് ഒരു എനർജി പ്രൊഡക്ഷന്, നമ്മുടെ ബോഡിയിൽ എനർജി പ്രൊഡക്ഷൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? വിറ്റാമിൻ ഡി ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വല്ലാതെ ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ വരിക, നിങ്ങൾക്ക് ഓൾറെഡി ടെൻഷനോ അങ്ങനെയൊന്നും അല്ല നിങ്ങൾ, പക്ഷെ നിങ്ങൾക്ക് എന്താണ് എപ്പോഴും ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് നിങ്ങളെങ്കിൽ മേ ബി അത് വിറ്റാമിൻ ഡിയുടെ കുറവായിരിക്കാം. കാരണം നമ്മുടെ ഇപ്പോൾ തലയുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ മസ്തിഷ്കത്തിലെ ഓരോ സെൽസിൻ്റെ ഗ്രോത്തിനും അതിൻ്റെ ഡെവലപ്മെൻറ്റിനും ഒക്കെ എന്ത് വേണം? വിറ്റാമിൻ ഡി വേണം. അപ്പം അത് കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാം. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ബോഡിയിൽ റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരിക, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്, അലർജി കംപ്ലയിൻസ് വരുന്നുണ്ട്, സ്കിന്നിൽ കംപ്ലയിൻസ് വരുന്നുണ്ട്, അതൊക്കെ ഒരു പക്ഷേ എന്തായിരിക്കാം? വിറ്റാമിൻ ഡിയുടെ കുറവായിരിക്കാം. അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ തല എപ്പോഴും ഇങ്ങനെ വേർത്തുകൊണ്ടിരിക്കും. ചില ആളുകൾ, വലിയ ആളുകളുടെ അഡൾട്ട്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും അവരുടെ തല എപ്പോഴും ഇങ്ങനെ വേർത്തുകൊണ്ടിരിക്കും. അതൊക്കെ ചിലപ്പോൾ എന്താവാം? വൈറ്റമിൻ ഡിയുടെ കുറവാവാം. അതിൻ്റെ ആ ഒരു സപ്ലിമെൻറ്റ്സ് കറക്റ്റായിട്ട് കിട്ടിയാൽ ചിലപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആവും. അതുപോലെ തന്നെ ഉള്ളൊരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ വിറ്റാമിൻ ഡിക്ക് നമുക്ക് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കഴിവ് വരെയുണ്ട്. അപ്പം നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിൽ എല്ലാം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള കാർബ്സ് കിട്ടുന്നുണ്ടോ, പ്രോട്ടീൻസ് കിട്ടുന്നുണ്ടോ, അതുപോലെ തന്നെ ഫാറ്റ്സ് കിട്ടുന്നുണ്ടോ, വൈറ്റമിൻസ് കിട്ടുന്നുണ്ടോ, വൈറ്റമിൻസിലെല്ലാം കിട്ടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ADEK എന്ന് പറയുന്ന 4 വൈറ്റമിൻസും കൊഴുപ്പിൽ അലിയുന്ന വൈറ്റമിൻസ് ആണ്. അപ്പം വിറ്റാമിൻ ഡി നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർപ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എന്ത് വേണം? നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് വേണം. അപ്പം നിങ്ങളിങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിച്ചാൽ വിറ്റാമിൻ ഡി പ്രോപ്പറായിട്ട് ഒരു അബ്സോർപ്ഷൻ കിട്ടില്ല. അതായത് ഇപ്പം നിങ്ങൾ പുറത്തുനിന്ന് ഈ ഷവർമ്മ പോലെയുള്ള ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ അൽഫാം കൂടുതലായിട്ട് കഴിക്കുക, അതുപോലെ തന്നെ ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ്, അതുപോലെ തന്നെ ട്രാൻസ് ഫാറ്റിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വൈറ്റമിൻസ് ഒന്നും നമ്മുടെ ബോഡിയിൽ പ്രോപ്പറായിട്ട് ഉണ്ടാവുന്നില്ല. എന്നിട്ടോ എന്തെങ്കിലും അസുഖം വരുമ്പം നേരെ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് വെറുതെ അനാവശ്യമായിട്ട് ഓരോ മെഡിസിൻസ് കഴിക്കുക. അതിൻ്റെ ആവശ്യകതയൊന്നുമില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തൊക്കെ കുറവാണ് എനിക്ക് വരുന്നത്, ഈ ഡെഫിഷ്യൻസിയൊക്കെ എനിക്ക് ഉണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ആദ്യം ചിന്തിക്കുക എപ്പോഴും ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നതിന് മുൻപ്. എന്നിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും സപ്ലിമെൻറ്റ്സ് ഒന്നും എടുത്തിട്ടും യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സൗണ്ട് സ്ലീപ്പ് ഇല്ല, നിങ്ങൾക്ക് നന്നായിട്ടൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഉറക്കം കിട്ടുന്നില്ല രാത്രി, ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബൻസ് വരുന്നു, നിങ്ങൾ എണീക്കുന്നു, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മളിത് പോയതുപോലെയാണ്. രാവിലെ പ്രോപ്പറായിട്ടുള്ള ഒരു ശോധന നടക്കണമെന്നില്ല, നിങ്ങളെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്യണമെന്നില്ല. അതായത് അതൊക്കെ വിറ്റാമിൻ ഡിയുടെ ഒരു ഡെഫിഷ്യൻസി മൂലം വരുന്ന കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെ നമുക്ക് വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ എടുക്കാം. ഇപ്പോൾ കുഞ്ഞു മക്കളൊക്കെ കേസ് നോക്കുകയാണെങ്കിൽ ജനിച്ച മുതൽ 1 വയസ്സ് വരെ നമ്മൾ മക്കൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? വിറ്റാമിൻ ഡി കൊടുക്കുന്നുണ്ട്, ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട് ഡെയിലി. അതെന്തിനാണ്? ആ കുഞ്ഞു കുട്ടികളുടെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് നമുക്ക് സപ്ലിമെൻറ്റ്സ് കൊടുക്കാൻ പറ്റത്തില്ല, ഭക്ഷണത്തിലൂടെ ആണെങ്കിലും കൊടുക്കാൻ പറ്റത്തില്ല, പിന്നെ സൺഷൈൻ ആണെങ്കിലും നമുക്ക് ഓവറായിട്ട് അവരെ കൊള്ളിക്കാൻ പറ്റില്ല. പിന്നെ കിട്ടുന്നത് അമ്മേൻ്റെ മുലപ്പാലിലൂടെയാണ്. അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ആയിട്ട് വേണ്ടത് അവരുടെ ഗ്രോത്തിനും ബോണിൻ്റെ ഡെവലപ്മെൻറ്റിനും എല്ലാത്തിനും വേണ്ടത് എന്താണ്? വിറ്റാമിൻ ഡി ആണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഡ്രോപ്സ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം വലിയൊരു കുട്ടികളുടെ കേസ് നോക്കുകയാണെങ്കിലും കുട്ടികൾക്ക് ഈ പല്ല് പെട്ടെന്ന് പൊട്ടിപ്പോവുക, പല്ലിൽ പുഴു വരിക, അതുപോലെ തന്നെ അവർക്ക് ജോയിൻറ്റിലൊക്കെ പെയിൻ വരിക. എന്തുകൊണ്ടാണ്? ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ പുറത്ത് പോയിട്ട് കളിക്കുന്നത് ഒരുപാട് കുറവാണ്. എല്ലാവരും വീടിനുള്ളിൽ ഒരു ടിവിയോ അല്ലെങ്കിൽ ഒരു ഫോണോ വെച്ചിരിക്കുക. അപ്പം അതുകൊണ്ടൊക്കെ അവർക്ക് ഈ വിറ്റാമിൻ ഡി കിട്ടുന്നതൊക്കെ വളരെ കുറവാണ്. ബാക്കിയുള്ള വൈറ്റമിൻസൊക്കെ അവർ ചിലപ്പം ഒരു പക്ഷേ ഭക്ഷണത്തിലൂടെയൊക്കെ എടുക്കുന്നുണ്ടാവും. പക്ഷേ സൺഷൈനിൽ നിന്ന് കിട്ടുന്ന വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ ഡി ആണല്ലോ, അത് ഇന്ന് ആളുകൾ ഒരുപാട് കുറവാണ്. കാര്യങ്ങളൊക്കെ നിങ്ങളെ കുട്ടികളിലും കുഞ്ഞുങ്ങളിലൊക്കെ എന്ത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഉള്ളത് ഫിഷിലാണ്. അതും നമ്മുടെ ചെറിയ മത്സ്യങ്ങളിൽ omega-3 ഫാറ്റി ആസിഡ്സ് കൂടുതലാണ് ഇതിൽ. അതായത് നമ്മുടെ മത്തി, അയല, ചൂര പോലുള്ള ചെറുമീനുകളിലാണ് കൂടുതലായിട്ടും omega-3 ഫാറ്റി ആസിഡ്സും അതുപോലെ തന്നെ വിറ്റാമിൻ D3 ഉള്ളത്. അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മഷ്റൂമിൽ ധാരാളമായിട്ട് വിറ്റാമിൻ D2 ഉണ്ട്. അത് നിങ്ങൾക്ക് കിട്ടുന്ന പോലെ മാക്സിമം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക? ചീര അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല, ഇങ്ങനെയുള്ള ഇലക്കറികൾ കഴിക്കുക. അതോടൊപ്പം തന്നെ പാലുൽപ്പന്നങ്ങളും കഴിക്കാൻ വേണ്ടി നോക്കുക. പാലെന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പം നമുക്കറിയാം ഈ പാക്കറ്റ് പാലുകളിലൊക്കെ ഒരുപാട്
മായങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് പകരം മാക്സിമം എന്ത് ചെയ്യുക, നമുക്കിപ്പം നമ്മുടെ അടുത്തൊക്കെ നാടൻ പശുവിൻ്റെ പാലൊക്കെ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങളത് ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. തൈര് എടുക്കുക, മോരെടുക്കുക, അതുപോലെ തന്നെ പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ പനീർ ഇഷ്ടപ്പെട്ട ആളുകളുണ്ടാവും, അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അത് കഴിക്കുക, യോഗട്ട് കഴിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എഗ് യോക്ക് നന്നായിട്ട്, അതുപോലെ തന്നെ മുട്ട തന്നെ കഴിക്കാൻ വേണ്ടി നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് നമ്മുടെ ബോഡിയിൽ വേണം. ഹെൽത്തി ഫാറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്തൊക്കെ? മുട്ട, പാല്, നെയ്യ്, വെണ്ണ, ചീസ്, ഇതൊക്കെ നമ്മൾ കഴിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കുറച്ച് കഴിക്കുക, ഡ്രൈ ഫ്രൂട്ട്സും കൂടി എടുക്കുക. അത് തന്നെ പ്രത്യേകം പറയുന്നത് ആൽമണ്ട് കഴിക്കുക, കാഷ്യൂനട്ട് കഴിക്കുക, അതുപോലെ തന്നെ വാൾനട്ടൊക്കെ കഴിക്കുക. ഇതൊക്കെയാണെങ്കിലും ദിവസവും അതിനൊരു ലിമിറ്റഡ് ആയിട്ടുള്ള എണ്ണ ഉണ്ട്. നിങ്ങൾ ഒരുപാട് വാരി വലിച്ച് കഴിക്കാൻ പാടില്ല. ഇതിൻ്റെ കൂടെ തന്നെ നിലക്കടല ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓയിലിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ട് ഭക്ഷണമൊക്കെ പാകം ചെയ്യുക. അല്ലെങ്കിൽ ഒലീവ് ഓയിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം ഒലീവ് ഓയിലൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് ക്രോണിക്കായിട്ട് ഒരുപാട് കാലം ഈ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അത് അത്ര സീരിയസ് അല്ലാതെ വിടാൻ പാടില്ല. കാരണം അത് നമുക്ക് ഹാർട്ട് കംപ്ലയിൻസ്, അല്ലെങ്കിൽ നമ്മുടെ രക്തക്കുഴലിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ നഷ്ടപ്പെടാൻ കാരണമാവും. ഹൈപ്പർ ടെൻഷൻ വരാം, BP വരാം. പിന്നീട് നമുക്കറിയാം ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വന്നാൽ നമ്മുടെ കിഡ്നിക്ക് പ്രശ്നമാണ്, നമുക്ക് സ്ട്രോക്ക് വരാം. അങ്ങനെയുള്ള പല കണ്ടീഷൻസും ഉണ്ട്. അപ്പോൾ വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് എപ്പോഴും പ്രോപ്പറായിട്ട് ആ ഒരു നോർമൽ റേഞ്ചിൽ, നമുക്കറിയാം അത് 20-ന് താഴത്ത് പോകാൻ പാടില്ല, 20-ന്റെ മുകളിലായിരിക്കണം എപ്പോഴും ഉണ്ടാവേണ്ടത്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ആർക്കൊക്കെയാണ് വിറ്റാമിൻ ഡി കിട്ടാത്തത്? നമുക്കറിയാം എപ്പോഴും എന്തായിരിക്കും, ഈ 12 hours അല്ലെങ്കിൽ 8 hours ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ, എപ്പോഴും ഒരു അടച്ചിട്ട റൂമിൽ കിടക്കുന്ന ആളുകൾക്ക്, കുറച്ച് വണ്ണുള്ള ആളുകളിലും വിറ്റാമിൻ ഡിയുടെ അബ്സോർപ്ഷൻ നടക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ BMI ഒക്കെ നോക്കിയിട്ട് അവരുടെ വണ്ണവും കാര്യങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ കുറച്ചൊരു ഏജ് ആവുന്ന സമയത്ത്, നമുക്ക് കുറച്ച് പ്രായമാവുന്ന സമയത്ത് വിറ്റാമിൻ ഡിയുടെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ സൺഷൈൻ, നമ്മൾ വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ നിങ്ങളെ കൈക്കും അതുപോലെ തന്നെ കാലിനൊക്കെ മാക്സിമം കൊള്ളാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡയറക്റ്റ് നമ്മുടെ ഫേസിലോട്ടൊന്നും വെയിലടിക്കേണ്ട ആവശ്യകതയില്ല. കൈ കാലുകൾക്ക് മാക്സിമം കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുറച്ച് ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ആളുകളിലും വിറ്റാമിൻ ഡിയുടെ അബ്സോർപ്ഷൻ കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പ്രൊഡക്റ്റൊക്കെ നിങ്ങളുടെ ഫേസിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും, ആ ഒരു ഇൻ കേസ് നിങ്ങൾ വെയിലൊക്കെ കൊള്ളുന്ന ആളുകളാണെങ്കിലും അത് അബ്സോർപ്ഷൻ നടക്കാൻ ചാൻസ് കുറവാണ്. എങ്കിലും നിങ്ങളുടെ കയ്യിലും കാലുകളിലൊക്കെ മാക്സിമം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക. വിറ്റാമിൻ ഡി ഉള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിച്ചിട്ടും നിങ്ങൾ ബോഡിയിൽ വിറ്റാമിൻ ഡിയുടെ അബ്സോർപ്ഷൻ ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ എന്നിട്ടും കുറവാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യണം, സപ്ലിമെൻറ്റ്സും കാര്യങ്ങളും കഴിക്കണം. അപ്പം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.